റോഡ് ഡെവലപ്മെന്റിന്റെ ഹിസ്റ്ററി എങ്ങനെ ഒരു കഥയിലൂടെ ഓർഡറിൽ പഠിക്കാമെന്ന് നോക്കാം. ചില വർഷങ്ങൾ എങ്ങനെ ഈസിയായി ഡെവലപ്മെന്റിന്റെ പേരുമായി കണക്ട് ചെയ്യാമെന്നും നോക്കാം. 1900 ശേഷമാണ് മിക്ക വർഷങ്ങളും ഉള്ളത്. 1800 മുതൽ 1900 രണ്ട് സംഭവങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത്. 1800 എന്നത് 18 എന്ന പേരിൽ ഓർത്തിരിക്കാം. 18 വയസ്സിന് ശേഷം പ്രായപൂർത്തിയാകുന്നു എന്ന് ഓർത്താൽ മതി. മിലിട്ടറി റോഡ് മാത്രമാണ് പണ്ട് ഉണ്ടായിരുന്നത് എന്ന് കരുതുക. 1835 ഫസ്റ്റ് മിലിട്ടറി റോഡ് ഉണ്ടായത്. 35-ന്റെ 3-നെ എമ്മിനെ വെർട്ടിക്കലായി വെച്ചതായി ഓർത്താൽ മതി. 1854 ആയപ്പോൾ കുറെ റോഡ് നിർമ്മിക്കാൻ PWD ഉണ്ടായി, പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ്. 27 വയസ്സുള്ള ജയഗർ അതിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു. 1927 ജയഗർ കമ്മിറ്റി ഉണ്ടായി. എന്നാൽ അന്ന് റോഡ് നിർമ്മിക്കാൻ ഫണ്ട് ഒന്നും ലഭ്യമില്ലായിരുന്നു. 2 വർഷം കൊണ്ട് തന്റെ സമ്പാദ്യമെല്ലാം കൂട്ടിവെച്ച് 29-ാം വയസ്സിൽ ജയഗർ ഫണ്ട് കണ്ടെത്തി, സെൻട്രൽ റോഡ് ഫണ്ട്. എന്നാൽ സ്വന്തമായി പണമെടുത്ത് ഇനിയും റോഡ് നിർമ്മിക്കുന്നത് നടക്കുന്ന കാര്യമല്ലാത്തതിനാൽ 1 വർഷം ആയപ്പോൾ തന്നെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി, സെൻട്രൽ റോഡ് ഓർഗനൈസേഷൻ ഇൻ 1930. ഇതിന്റെ ഫങ്ഷൻസ് നടപ്പിലാക്കാൻ മീറ്റിങ്ങുകൾ കൂടാൻ തീരുമാനിച്ചു. 4 വർഷത്തിനുള്ളിൽ മീറ്റിംഗ് അല്ലെങ്കിൽ കോൺഗ്രസ് ഫോം ചെയ്തു 1934. എന്നാൽ റോഡിന്റെ മാത്രം കാര്യം നോക്കിയാൽ പോരാ, വണ്ടികളെയും നിയന്ത്രിക്കണം എന്ന തോന്നലിൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് ഉണ്ടായി 1939. ഇവിടെ വർക്കുകളൊക്കെ ഏകദേശം റെഡിയാക്കിയിട്ട് എഞ്ചിനീയർമാർ പിന്നീട് നാഗ്പൂരിലേക്ക് പോയി. നാഗ് എന്നത് 4 എന്ന് കരുതിയാൽ 1940-കളിൽ എന്ന് ഓർക്കാം. 1943 അവിടെ വെച്ച് റിസർച്ച് നടത്തി, CRRI 1952. എന്നിട്ട് ഹൈവേക്ക് വേണ്ടി അവിടെ ഒരു നിയമം നിർമ്മിച്ചു, NH ആക്ട്. പിന്നീട് ബോർഡറിലേക്കാണ് പോകുന്നത്. അവിടെ BRO 1960 ഉണ്ടാക്കുന്നത്. BRO എന്നത് RO എന്നത് 60 എന്ന് ഓർത്താൽ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ 1960. പിന്നീട് 20 വർഷത്തിന് ശേഷം നാഗ്പൂരിൽ നിന്ന് ബോംബെയിലേക്ക് പോയി. നാഗ്പൂർ എന്നത് 40 എന്ന് വിചാരിക്കുമ്പോൾ അതിൻ്റെ കൂടെ 20 കൂട്ടുമ്പോൾ 1961 ബോംബെ റോഡ് പ്ലാൻ തുടങ്ങിയതെന്ന് മനസ്സിലാക്കാം. അവിടെ കാര്യമായിട്ടൊന്നും ചെയ്തില്ല, ഒരു ബോർഡാണ് സ്ഥാപിച്ചത്. 1973 ഹൈവേ റിസർച്ച് ബോർഡ് സ്ഥാപിച്ചു. പിന്നീട് വീണ്ടും 20 വർഷം കഴിഞ്ഞപ്പോൾ ലക്നൌവിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. 1960-ന്റെ കൂടെ വീണ്ടും 20 കൂട്ടുക, അപ്പോൾ 1981 കിട്ടി. അവിടെ വെച്ചിട്ട് എല്ലാം മതിയാക്കി, നെഹി എന്ന് പറഞ്ഞിട്ട് നിർത്തി. അത് വെച്ച് ഓർക്കുമ്പോൾ NHAI നെഹി എന്ന രീതിയിൽ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. ഇതിലൂടെ ഓർഡർ ഓഫ് ഡെവലപ്മെന്റ് ഈസി ആയിട്ട് ഓർക്കാം. ചില വർഷങ്ങളും ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഏത് ടോപ്പിക്കിലാണ് അടുത്ത വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ട്രിക്കുകൾക്കായി ചാനലിലുള്ള മറ്റു വീഡിയോകൾ കണ്ടു നോക്കുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക.